ഹലോ. അപ്പം ഞങ്ങളിവിടെ ബാംഗ്ലൂർ എത്തി. ഇവിടെ നാളെ ഓണാഘോഷമാണ്, അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് എത്തിയതാണ്. അപ്പോൾ ഇന്നിവിടെ വൈകുന്നേരം കണ്ടു ക്ലബ് ഹൗസിൽ ഇവിടെ പൂക്കൾ നേരേക്കലും എല്ലാം നാളത്തെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പങ്കെടുത്തുകൊണ്ട് പൂക്കൾ നന്നാക്കി. തുടരുത്. ഇന്നാണ് ഓണാഘോഷം. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിങ്ങനെ ഇറങ്ങി രാവിലെ വന്നപ്പോൾ ഇവിടെ ക്ലബ് ഹൗസിൻ്റെ അവിടെ വന്നപ്പോൾ ഇന്നലെ പൂവിൻ്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അതാ പൂക്കളിടാനുള്ള പരിപാടിയാണ്. അതിന് വരച്ചു കൊടുത്ത് പിന്നെ അവിടെ തന്നെ അടുത്ത് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് കുരുത്തോല കിട്ടുന്നുണ്ട്. എല്ലാവരും ഇൻവോൾവ് ആണ് അതിൽ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിവിടെ ബാംഗ്ലൂരിൽ ജയന്റും ഗീതുവിൻ്റെയും കോംപ്ലക്സിൽ ഓണാഘോഷം കേട്ടോ. കാരണം ഒത്തിരി നേരത്തെ തന്നെ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഓരോ കുട്ടികൾക്ക് പരീക്ഷ തുടങ്ങുകയായി. അപ്പൊ അതിന്റെ മുന്നേ മലയാള സമാജത്തിന്റെ അവരൊക്കെ ഓരോന്ന് വരികയാണ്. അപ്പൊ പിന്നെ ഓണം കഴിയുമ്പോൾ എല്ലാവരും നാട്ടിൽ പോകണത്തിന് പിന്നെ തിരിച്ചപ്പോഴും ഒരു ഒക്ടോബർ ആയി പോകും. അതുകൊണ്ട് നേരത്തെ ആദ്യത്തെ ആദ്യം മീൻസ് അത് മാത്രമല്ല ഈ കോംപ്ലക്സിലെ ആദ്യത്തെ ഓണാഘോഷം അല്ലെ, ബ്രിഗേഡിന്റെ ആദ്യത്തെ ഓണാഘോഷമാണ്, ഒരു ആദ്യത്തെ ഓണാഘോഷമാണ്. എല്ലാവരുടെയും എല്ലാ പരിപാടികളാണ് നോക്കുന്നത്. അപ്പൊ ഇതൊരു ദിവസത്തെയാണ് ഇപ്പോഴുള്ളൂ, കാരണം നാളെ എന്തോ വേറെ നാളെ ജന്മാഷ്ടമിയുടെ പ്രോഗ്രാം, അപ്പൊ ഒരു ദിവസത്തിൽ ചുരുക്കി. അപ്പൊ ഞങ്ങളൊക്കെ റെഡി ആയിട്ടോ. ഇനി ആദ്യം പ്രൊസഷന്റെ ഇവിടുന്ന് മാവേലിയും ശിങ്കാരി മേളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ മുന്നേ ഞങ്ങൾ ഇറങ്ങണം. അതെ, അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള പിന്നെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്, അതെല്ലാം രാത്രി വരെ പരിപാടികളാട്ടോ. അപ്പൊ അതൊക്കെ മാക്സിമം ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതെ, അപ്പൊ എല്ലാവർക്കും ഓണാഘോഷം അടിപൊളിയാവട്ടെ. അതെ, ഓണാശംസകൾ. അതെ, ഓക്കെ. ഇവിടെ ഇങ്ങനെ വന്നു തുടങ്ങിയ ആൾക്കാർ പരിപാടിക്ക്. ഇവിടെ മറ്റേ മാവേലി ഇതൊന്നും എത്തിയിട്ടില്ല, കുറച്ച് ലേറ്റ് ആവും തോന്നണം. കുഴപ്പമില്ല, അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പം ഞങ്ങൾ രാവിലെ അങ്ങനെ പ്രോഗ്രാമിന് പോവുകയാണ്. ഇവിടെ രാവിലെ തിരുവാതിര കളിക്കും എല്ലാവരും ഇവിടെ ഈ ഗ്രൗണ്ടിൽ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗീതുവിൻ്റെയൊക്കെ തിരുവാതിര കളിയുണ്ട്. അപ്പോൾ അതിനവരെ ഫോട്ടോ എടുക്കലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കുട്ടികളും വന്ന് ചേർന്ന് കളിക്കുന്നു. ഇവരൊക്കെയാണ് തിരുവാതിര കളിക്കുള്ള പാർട്ടിസിപ്പൻസ്. എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? നിക്കി നിക്കി നിക്കി. ഒന്ന് ടയർഡായി, നല്ല വെയിൽ കാരണമാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ തള്ളത്തേക്ക് മാറി മാറി പോവുക. ലാസ്റ്റ് മൊമെൻറ്റിൽ ജയനാണ് മാവേലിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നത്. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു മാവേലിയുടെ വേഷം കെട്ടി ജയൻ വന്നപ്പോൾ. അതെന്താ വെച്ചാൽ മറ്റേ മാവേലിക്ക് ഒരു ലേശം പ്രോബ്ലം ഉണ്ടായി, അതുകൊണ്ട് പുതിയ മാവേലിനെ പെട്ടെന്ന് തിരഞ്ഞെടുത്ത് ഡ്രസ്സ് ചെയ്ത് വന്നു.
അങ്ങനെ തിരുവാതിരക്കളി തുടങ്ങാൻ പോവാണ്. അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. This play is performed at night of Tiruvadira day. The first day, Tiruvadira, after marriage of girls, is called Tiruvadira. ഡിലേ ആയി എന്നുവെച്ചാൽ മറ്റേ ഇത് വരാനേ കംപ്ലീറ്റ് റൗണ്ട് കറങ്ങിയിട്ട് മാവേലിയൊക്കെ വന്നപ്പോഴേക്കും ടൈമായി. കുഴപ്പമില്ല. അങ്ങനെ തിരുവാതിരക്കളി തുടങ്ങിയ എല്ലാ മലയാളികളും ഈ കോംപ്ലക്സിലും എല്ലാ മലയാളികളും ഇല്ല, കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മെഗാ തിരുവാതിരക്കളിയായിരുന്നു. ഒരുപാട് പേരുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് അത് ഓപ്പൺ ഗ്രൗണ്ടിൽ വെച്ചിട്ടല്ലേ നടത്തുക, അല്ല സ്റ്റേജിൻ്റെ മുകളിലല്ലോ. ഈ ഓപ്പൺ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുമ്പോൾ നല്ലൊരു രസമുണ്ടായിരുന്നു. Thank you Tiruvadira team and our Maveli. അങ്ങനെ ലഞ്ച് കഴിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് തിരക്കുണ്ട്, കൂപ്പണായിട്ട് ലഞ്ച് കഴിക്കണം. തിരക്ക് കാണാണ്ട് കേട്ടോ. ഇതാണ് അവർ ഇന്നിട്ട് രാവിലെ ഇട്ട പൂക്കളം. ക്ലബ് ഹൗസിൽ എൻട്രൻസിലാണ് ഇട്ടിരിക്കുന്നത്. നല്ലൊരു ഭംഗിയുള്ളതായിരുന്നു. എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട പൂക്കളാണ്. ഞങ്ങളൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കായിരിക്കും. അച്ഛനെ യൂട്യൂബിൽ ക്ലബ് ഹൗസിലെ ഹാളിൽ വെച്ചിട്ടായിരുന്നു സദ്യ കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം വടംവലിയായിരുന്നു. പെണ്ണുങ്ങളുടെ വടംവലി മലയാളികൾ മാത്രമല്ല മറ്റുള്ള സ്റ്റേറ്റുകളിലെ ആൾക്കാരുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. അവർ നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യത്തേത് ജയിച്ചത് തന്നെ ഹിന്ദിക്കാരാണ് പെണ്ണുങ്ങളുടെ വടംവലിയിൽ. അത് കഴിഞ്ഞിട്ട് ആണുങ്ങളുടെ ഉണ്ടായിരുന്നു, അതിലും ഹിന്ദിക്കാരനെ ജയിച്ചത്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു അവർ. കാരണം വടംവലിക്ക് സ്ട്രോങ് ഉള്ള അവർ കാരണം എല്ലാവർക്കും ഒരു നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ രാവിലെ തുടങ്ങിയ പ്രോഗ്രാം രാത്രി 10:30 മണിക്ക് അവസാനിപ്പിക്കണമെന്ന്. 10:30 വരെയും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉറിയടി, അതുപോലെ തന്നെ പല ഡാൻസ്, മറ്റേ കുട്ടികളുടെ ഡാൻസ്, ഫാഷൻ ഷോ കുട്ടികളുടെ, അതുപോലെ മറ്റേ കളരിപ്പയറ്റ്, ഇതെല്ലാം ഉണ്ട്. ഫുഡ് സ്റ്റോൾസ്, ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഒക്കെ സ്പോൺസർ ചെയ്തിരുന്നു ഓരോരുത്തർ കേട്ടോ. നല്ല ഫുഡ്. അന്നൊക്കെ ലഞ്ച് കഴിച്ചതിന് ശേഷം വൈകുന്നേരത്തെ ഫുഡെല്ലാം സ്റ്റാളുകൾ, നല്ല തിരക്ക് കണ്ടോ. ഒരുപാട് ഇത് കഴിച്ചതൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വന്ന അതിലത്തെ അകത്തെ സ്റ്റോളുകളുണ്ട്. മീൻസ് അകത്ത് അവിടെ താമസിക്കുന്നവർക്കും സ്റ്റോൾ നടത്താം. അവരെ സ്റ്റോളുകളുണ്ട്. മലയാളീസ് നല്ല എല്ലാവരും നടത്തും. പുറത്തുള്ള സ്റ്റോളുകളുണ്ട്. ഇതിപ്പോൾ അവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ അടുത്തൊരു സ്പോൺസർ, അവിടെ ഒരു ഗുരുക്കളുണ്ട്. അവരുടെ ഇതിൽ സ്പോൺസർ ചെയ്ത് അവരുടെ ദീപം കൊളുത്താണ്, നിലവിളക്ക് കൊളുത്താണ്.
അടുത്തത് ഇത് കളരിപ്പയറ്റ് മുളങ്ങായി. കൈ തൊഴുത് മാർന്നു വെച്ചു. ഇടത് മാറി കൈക്ക് നോക്കി കളരി തൊട്ട് വന്നിച്ചു. വലത് മാറി ഇടത് മാറി വലത് ചവിട്ടി ഇടത്. ഇതിപ്പോൾ ഈ കളരിപ്പയറ്റിൻ്റെ ഭാഗമായിട്ട് ഇടുന്ന പന്തം ഉള്ള ഒരു ഇതാണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. മറ്റേ കളരിപ്പയറ്റും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞു പോയ ഓരോ പ്രോഗ്രാമിനും വടംവലിക്കെല്ലാം പ്രൈസ് കിട്ടിയവർക്ക് ട്രോഫി കൊടുക്കുന്നു. പിന്നെ ഡാൻസ് പ്രോഗ്രാം, ഇത് ഡാൻസിനൊക്കെ കിട്ടിയവരുടെ അവരുടെ ഫസ്റ്റ് ഡാൻസാണിത്, പെൺകുട്ടികളുടെ. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം പിന്നെ നിക്കിയുടെയൊക്കെ ചെറിയ കുട്ടികളുടെ ഫാഷൻ ഷോ നല്ല രസമായിരുന്നു. അത് അവരധികം സംസാരിക്കുന്നില്ല. അത് നിക്കിയൊക്കെ ഉണ്ട്. നിക്കിയൊന്നും ഒന്നിങ്ങനെ ചിരിച്ച് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അവിടെ പോവുകയാണ്. ഭയങ്കര അവനൊരു ആദ്യം ഒരു നാണക്കേട് പോലെയാണ്. ആദ്യമൊക്കെ നന്നായി നടത്തിയെന്ന് റിഹേഴ്സൽ ചെയ്യുമ്പോഴൊക്കെ. ഇപ്പോൾ അവരുടെ ചെറിയ കുട്ടികളുടെ പാട്ട് ഡാൻസാണ്. അത് കഴിഞ്ഞാൽ മാധവിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. മാധവിൻ്റെ ശേഷം പിന്നെ ജയൻ്റെയും ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാ പ്രോഗ്രാമൊന്നും നടത്താൻ പറ്റിയില്ല, സമയക്കുറവ് കാരണം. എന്നാലും നല്ല രസമുണ്ടായിരുന്നു മാധവിൻ്റെ ഡാൻസൊക്കെ കേട്ടോ. എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുന്നു. അങ്ങനത്തെ ലാസ്റ്റ് ജയനും ഫ്രണ്ട്സിൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അടിപൊളി ഡാൻസ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിപ്പോൾ ഇവിടുത്തെ ഈ കോംപ്ലക്സിൽ ആദ്യത്തെ ഓണാഘോഷം കേട്ടോ. കാരണം കഴിഞ്ഞ നവംബറിലൊക്കെയാണ് ഇവിടെ എല്ലാവർക്കും ഫസ്റ്റ് കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം ഇത് ആദ്യം അപ്പോൾ അവരിൽ പല ഇതൊക്കെ പറ്റിയിട്ടുണ്ടാവും. എന്തായാലും അവർ അടിപൊളിയാക്കി. DJ പാർട്ടി നല്ലൊരു ഇതായിരുന്നു. എല്ലാവരും കഴിയുന്നത് വരെ ഇരുന്നു. പിന്നെ 10 മണി വരെ ഇരിക്കുന്നുണ്ട്. DJ പാർട്ടി നല്ല ഡാൻസ്. എല്ലാവരും ഡാൻസിന് ഇറങ്ങിയ അവസാനം ഒരു അടിപൊളിയായിരുന്നു. എങ്ങനെ പറയാം, എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇവർ സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. അതുപോലെ എല്ലാവരും ഇതിൽ ഭയങ്കര ഹാപ്പിയായി. ഇനിയിപ്പോൾ ഇതിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോയിട്ട് അങ്ങനെ ബോംബെക്ക് പോവുകയാണ്. ഇനി ഈ ഓണാഘോഷ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ബോംബെയിൽ പോയിട്ട് അടുത്തത് കാണാം. ഓക്കെ, ബായ്.